മണ്ണിനടിയിൽ ലോറിയില്ലെന്ന കർണാടക സർക്കാരിന്റെ വാദം തെറ്റുന്ന രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രയേൽ. മൺകൂനയ്ക്കുള്ളിൽ ലോറി ഉണ്ടാകാനാണ് സാധ്യത കൂടുതലെന്ന് രഞ്ജിത്ത് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ത്തിൽ നിന്നെത്തിയ ദൗത്യസംഘത്തിലെ തിരുവനന്തപുരം സ്വദേശിയായ രഞ്ജിത്ത് ഇസ്രയേൽ ഇപ്പോൾ കൂടെ ചേരുന്നുണ്ട്. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരുന്നു? നിങ്ങൾ രാവിലെ മുതൽ കണ്ടതല്ല, മാക്സിമം കുറെ സ്പേസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആ GPR ലൊക്കേഷൻ നമ്മൾ ചെയ്തത് അതിനിപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അടുത്തത് GPS ലൊക്കേഷൻ കിട്ടിയ ബെൻസ് ഇതിനുണ്ട്. ഇത് ശരിക്കും ലാൻഡ് പൊസിഷൻ തന്നെ കിടക്കുന്നത്. കാരണം ഒരു ഇത് ഈ 2 ദിവസം ഈ ഫോൺ റിങ് ചെയ്തിരുന്നു. ഇപ്പം വാട്ടറിലുണ്ടായിരുന്നെങ്കിൽ നേവി യൂണിറ്റും സോണാർ സൗണ്ട് നാവിഗേഷൻ റേഞ്ചിങ് വെച്ച് അവർ നോക്കുന്നുണ്ട്. NDRF വാട്ടർ യൂണിറ്റ് ഇവിടെ വരെ നോക്കി. ഈ ദിവസം ഫസ്റ്റ് ഡേ ടു അപ് ടു 6 ഡേ ഇന്നും ചെയ്തായിരുന്നു. ഞാനും ഇടയ്ക്ക് പോയി വാട്ടർ യൂണിറ്റിൽ പോയി വാട്ട് പോയി നോക്കിയായിരുന്നു. അതിലൊരു മെറ്റൽ പാർട്ടൊന്നും ഇല്ല, ഒരു വുഡൻ സംശയം ഉണ്ടായി നോക്കിയത്. കാരണം സംതിങ് ഈ ലാൻഡ് സൈഡിൽ തന്നെ, ഈ ലാൻഡ് ഏരിയ തന്നെ കിടക്കാനുള്ള ചാൻസ് ആണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ വൈകുന്നേരം സർക്കാർ തലത്തിൽ വരുന്ന ഒരു അറിയിപ്പ് റവന്യൂ മന്ത്രി പറഞ്ഞത് ഈ ഭാഗത്തില്ല, 90% മണ്ണ് നീക്കം ചെയ്തു, പുഴയിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്ന കാര്യം ആലോചിക്കണം. നമ്മളെ അഭിപ്രായം ഞാനിത് നോക്കുന്നില്ല. ഇപ്പം ഇന്ത്യൻ ആർമി നമുക്ക് നമ്മളൊക്കെ സജഷൻസ് തന്നെയാണ്. അവർ നമുക്ക് അനുകൂല പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. ഇന്ത്യൻ ആർമി നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് മേജർ സാർ പറഞ്ഞാൽ നേരത്തെ സാറിന് കൂടെ നിന്ന് ഞാൻ നേരത്തെ ഇന്ത്യ കുറച്ച് ചെയ്തു. മേജർ സാറും NDRF അതോറിറ്റി എല്ലാം നമ്മളങ്ങനെ ട്രേസ് ചെയ്യുന്ന അത് കണക്കാൻ അവർക്കും സപ്പോർട്ടീവായിട്ടുള്ള. ഈ പുഴയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇല്ല, പുഴയിലേക്ക് ഒരു 100 വെഹിക്കിൾസ് അവർ റിക്കവർ ചെയ്യായിരുന്നു. ബാക്കിയുള്ള നമുക്ക് ട്രേസ് ചെയ്യാമല്ലോ. വേറെ അതിൻ്റെ അകത്ത് പുഴയിലേക്ക് വെഹിക്കിൾ തന്നെ ഉയർന്നു വന്നതിനത്. ബാക്കിയുള്ളത് സോണാർ വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നും കിട്ടിയിട്ടില്ല. ലാൻഡ് തന്നെ എന്തായാലും നാളെയും ഈ ഭാഗത്ത് തന്നെ പരിശോധന തുടരും. നാളെ ഈ ഭാഗത്ത് നാളെ ഈ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് റിമൂവ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഇവിടെ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കുന്നുണ്ട്. ഈ 2 ലാൻഡ് ഏരിയാസ് ഫുള്ള് ക്വസ്റ്റൻ കവർ ചെയ്യും നാളെ. അതിനുള്ള ഈ കാലാവസ്ഥ അനുകൂലമായിരിക്കണം. ഇന്ന് മഴ കുറച്ച് മഴയുണ്ട്. നമുക്ക് കാലാവസ്ഥ അനുകൂലം അല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി വർക്കും തീർന്ന് കിട്ടിയാണ്. മാക്സിമം നമ്മൾ തീരുകയാണ്. എന്തായാലും നാളെ രാവിലെ തന്നെ ദൗത്യം തുടരും. ഈ സർക്കാർ തലത്തിൽ പറയുന്ന കാര്യമല്ല, ഈ പ്രദേശത്ത് തന്നെ മണ്ണ് മൂടിയ പ്രദേശത്ത് തന്നെ പരിശോധന തുടരുമെന്നാണ് അറിയിക്കുന്നത്. സൈന്യത്തിന്റെ പൂർണ്ണ പിന്തുണ ഇക്കാര്യത്തിലുണ്ട് എന്നാണ് രഞ്ജിത്ത് പറയുന്നത്.